തദ്ദേശീയമായ ജൈവ സമ്പത്തിന്റെ തകർച്ചയാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലേക്ക് കേരളത്തെ നയിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ജലവിനിയോഗത്തിലെ നിയന്ത്രണത്തെക്കാൾ ജലസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കാണ് സംസ്ഥാനം മുൻതൂക്കം നൽകേണ്ടതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിന് ഒരു സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, SAPCC. അതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്നോ 5-6 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ എന്താണ് അതിന് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു വിവരവും ഇല്ല. അതിനകത്ത് കൃത്യമായിട്ട് ലോങ് ടേം സൊല്യൂഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലം ഇസ് ഇൻ്റഗ്രേറ്റഡ് റിവർ ബേസിൻ പ്ലാൻ, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തദ്ദേശീയമായ വികേന്ദ്രീകൃത ജലസംരക്ഷണ പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഒപ്പം അമിതമായ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തണം. ഭൂമിയെ കട്ടുമുടിക്കുന്നൊരവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. കോറികളിൽ നിന്ന് പൊട്ടിക്കുന്ന പാറ പലപ്പോഴും ആവശ്യത്തിനേ അല്ല. പലപ്പോഴും ആളുകളൊരു സംശയമുണ്ട്, കോറികൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണത്തിന് എവിടെ നിന്നാണ് പാറ കിട്ടുക? അങ്ങനെയല്ല അവസ്ഥ. ആവശ്യമില്ലാത്ത പാറയാണ് പൊട്ടിക്കുന്നതിൽ ഏകദേശം 80%. മഴയുടെ ദൗർലഭ്യമല്ല, മറിച്ച് ജലത്തെ മണ്ണിൽ സംരക്ഷിക്കുന്നതിലുള്ള പരാജയമാണ് കുടിവെള്ളക്ഷാമത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത്. അതുകൊണ്ട് തന്നെ ജലവിനിയോഗത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും അവബോധമുള്ള സമൂഹമായി മാറുകയാണ് ഏറ്റവും പ്രധാനമെന്ന് ശാസ്ത്രലോകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാലവർഷം തുടങ്ങുന്നതോടുകൂടി ഒരുപക്ഷെ ഈ വേനലിൻ്റെ കാഠിന്യം നാം മറന്നുപോയേക്കാം. പക്ഷേ വരാനിരിക്കുന്ന വേനൽക്കാലത്തിനായി മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് കൂടുതൽ വലിയ ദുരന്തമായിരിക്കും. മനു ഭരത്, News 18, തൃശ്ശൂർ.